നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് വളരെ ചെറിയൊരു സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് ഒരു പഴഞ്ചൻ പ്രണയം. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബിനീഷ് കളരിക്കൽ, എഴുതിയിരിക്കുന്നത് കിരൺ ലാൽ. സൈനപ്പുഴയിൽ കൂടെയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സിനിമ OTT റിലീസ് ചെയ്യുന്നത്. 2023 തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടിയ സിനിമയാണ്. പക്ഷേ അതിൻ്റെ OTT റിലീസ് ഇത്രയും ഡിലേ ആയി. സൈനപ്പുഴയിൽ കൂടെ കഴിഞ്ഞ ദിവസമാണ് സിനിമ റിലീസ് ചെയ്തത്. 1 മണിക്കൂർ 50 മിനിറ്റ് മാത്രമുള്ള കൊച്ചു സിനിമയാണ്. ഭയങ്കര വലിയ ലെങ്തി സിനിമയൊന്നുമല്ല. റോണി ഡേവിഡും പിന്നെ വിൻസി അലോഷ്യസ്, പിന്നെ നമ്മുടെ പണ്ടത്തെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന പ്രതാപൻ ചേട്ടൻ, നമ്മുടെ പ്രതാപൻ എന്ന് പറഞ്ഞാൽ പവിത്രൻ ചേട്ടൻ, അങ്ങനെ നമ്മുടെ റോണി ഡേവിഡിൻ്റെ ഫാദറായിട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം. വിൻസി അലോഷ്യസ് ഞാൻ പറഞ്ഞു, അസീസ് നെടുമങ്ങാടുണ്ട്. പിന്നെ ഇത്രയും പേരൊക്കെയാണ് അതിനകത്ത്. ഭയങ്കര വലിയ താരനിരയൊന്നുമല്ല, ഇത്രയും പേരൊക്കെ ഉള്ളൂ ശരിക്കും. കൊച്ചു സിനിമ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഒറ്റ വാക്കിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, സിനിമ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ചെറിയ സിനിമ, പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ മനോഹരമായി കൺവേ ചെയ്ത പോലെ തോന്നി. ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. സിനിമ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവും. എന്താണ് അതിൻ്റെ പ്രമേയം എന്താണെന്ന് ഞാൻ പറയണില്ല, കാരണം വളരെ ചെറിയ പ്രമേയം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രമേയമോ കണ്ടൻറ്റോ ഞാൻ പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഒരു ഒറ്റ വാക്കി പറഞ്ഞാൽ തന്നെ അത് കാണാനുള്ള ഒരിതും പോവും. അങ്ങനെ ഭയങ്കര സസ്പെൻസ് ഒന്നും ഉണ്ടെന്നല്ല, എന്നാലും വളരെ ചെറിയ സിനിമ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ട് കോമഡി ഉണ്ട്. ഒരുപാട് വലിയ കോമഡി ഒന്നുമില്ല, പക്ഷെ അസീസ് പറഞ്ഞ 2 ക്ലാസ് കോമഡി ഉണ്ട്. സത്യം പറഞ്ഞാൽ കിഡിലായിരുന്നു. അസീസിൻ്റെ 2 കോമഡി ഉണ്ട്, അത് സൂപ്പറായിരുന്നു. 2 കോമഡി എന്ന് പറഞ്ഞാൽ പുള്ളി കുറേ പറയുന്നുണ്ട്, പക്ഷേ ഈ 2 എണ്ണം നമ്മളെ സൂപ്പറായിട്ട് ചിരിപ്പിച്ചു. പിന്നെ റോണി ഡേവിഡിൻ്റെ ആക്ടിങ് നല്ല രസമായിട്ട് ആക്ട് ചെയ്തപോലെ തോന്നി. പുള്ളി നല്ല രസമായിട്ട് ഇമോഷൻസ് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവന്നു. വിൻസി അലോഷ്യസിൻ്റെ ആക്ടിങ്ങിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട, കാരണം എന്ത് കൊടുത്താലും പുള്ളിക്കാർ ടോപ്പായിട്ട് ചെയ്യും. എത്ര മനോഹരമായിട്ട് വിൻസിയും ചെയ്തിട്ടുണ്ട്. റോണി ഡേവിഡിൻ്റെ ആക്ടിങ്ങും സൂപ്പറായിരുന്നു. അസീസിൻ്റെ റോൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. 1-2 ഞാൻ പറഞ്ഞില്ലേ, നല്ല രസമായിട്ട് കോമഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പവിത്രൻ ചേട്ടൻ എൻ്റെ കഥാപാത്രം, അതായത് നമ്മുടെ റോണി ഡേവിഡിൻ്റെ ഫാദറായ അത് വന്ന കഥാപാത്രം വളരെ മനോഹരമായിട്ട് ആ റോള്, കുറച്ച് പ്രത്യേകതയുള്ള റോളാണ് അത് ചെയ്ത് നമുക്ക് ആ ഒരു കണക്ഷൻ, ഇമോഷണലി കണക്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്ന വളരെ കൊച്ചു സിനിമയാണ്. അങ്ങനെ ഭയങ്കര വലിയ ആഘോഷങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് പോയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു സിനിമ, ഫാമിലിയായിട്ട് കാണാവുന്ന സിനിമയാണ്. അപ്പോൾ കാണൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.